English online class. Previous days we discussed the topic Project Tiger by Satyajit Ray. Its textual activities and textual questions, everything that is we completed, that's all. Okay, anyway, today we are going to discuss the new topic that is entitled as My Sister's Shoes by Majid Majidi. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇംഗ്ലീഷിൻ്റെ ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തത് എന്തായിരുന്നു? പ്രൊജക്റ്റ് ടൈഗർ, സത്യജിത് റേയുടെ പ്രൊജക്റ്റ് ടൈഗർ എന്നുള്ള പാഠഭാഗമായിരുന്നു. അതിലെ ടെക്സ്റ്റുവൽ ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ചോദ്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തു, എല്ലാം കഴിഞ്ഞു. ഇന്ന് നമ്മൾ പുതിയ പാഠഭാഗത്തേക്ക് പോവുകയാണ്. മൈ സിസ്റ്റേഴ്സ് ഷൂസ്, എൻ്റെ അനിയത്തിയുടെ ഷൂസ് അല്ലേ എന്നുള്ള ഈ പാഠഭാഗം എഴുതിയിട്ടുള്ളത് ആരാണ്? മജീദ് മജീദിയാണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. മൈ സിസ്റ്റേഴ്സ് ഷൂ, ഇറ്റ് ഈസ് എ ഫീച്ചർ ഫിലിം സ്ക്രിപ്റ്റ് written by Majid Majidi. He is a renowned Iranian filmmaker. ഓക്കെ, ഇതൊരു ഹ്രസ്വചിത്രമാണ്, ഒരു ഫീച്ചർ ഫിലിമാണ്. ഇത് എഴുതിയിട്ടുള്ളത് മജീദ് മജീദിയാണ്. അദ്ദേഹം ഒരു ഇറാനിയൻ ഫിലിം മേക്കർ. He is a filmmaker, Iranian filmmaker. And we can just stay familiar with him. നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. Come on. Majid Majidi, born 1959 on April 17. Okay, on April 1959. Okay, he is an Iranian film director. He is an Iranian film director, film producer and screenwriter. He has directed several feature films including The Color of Paradise 1999, Balloon 2001 and The Willow Tree 2005. In 1998, Majidi directed the film Children of Heaven, which was nominated for the Academy Award for Best Foreign Language Film. This is the first Iranian film to have been nominated by the Academy. ഓക്കെ, മജീദ് മജീദി അദ്ദേഹം 1959 ഏപ്രിൽ 17 ജനിക്കുന്നത്. അദ്ദേഹം ഒരു പ്രശസ്തനായിട്ടുള്ള സിനിമാ ഇറാനിയൻ സിനിമാ സംവിധായകനാണ്, നിർമ്മാതാവാണ്, അതോടൊപ്പം തന്നെ തിരക്കഥാകൃത്തുമാണ്. മാത്രമല്ല അദ്ദേഹം ധാരാളം ഫീച്ചർ സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട ചില സിനിമകളാണ് കളർ ഓഫ് പാരഡൈസ് 1999 അത് ഉള്ളത്, 2001 ബാരൺ എന്നുള്ളതും, പിന്നെ വില്ലോ ട്രീ 2005. ഓക്കെ, ഇതൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ചില ഫീച്ചർ ഫിലിമുകളാണ്. 1998 മജീദ് മജീദി സംവിധാനം ചെയ്ത ഫിലിം ഏതായിരുന്നു? ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന് പറയുന്ന സിനിമ. അത് വിദേശ ഭാഷകളിൽ വെച്ച് ഏറ്റവും നല്ല സിനിമ എന്ന തലത്തിലേക്ക് അത് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു അക്കാഡമി അവാർഡിന് വേണ്ടിയിട്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഇറാനിയൻ സിനിമ തീർച്ചയായിട്ടും അക്കാഡമിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരേ ഒരു സിനിമ കൂടിയാണ് ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന് പറയുന്ന ആ സിനിമ. ഓക്കെ, സോ ദിസ് പാർട്ട് മൈ സിസ്റ്റേഴ്സ് ഷൂസ് ഈസ് എ സ്മോൾ എക്സ്ട്രാക്ട് from the feature film script by Majid Majidi. His renowned film, that is feature film, that is My Sister's Shoes. അദ്ദേഹത്തിൻ്റെ ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഭാഗത്തു നിന്നും അതിന് തുടക്കമാണ് അതിന് ചെറിയൊരു ഭാഗം മാത്രമാണ് ഈ ഫീച്ചർ ഫിലിം ഭാഗമാണ് മൈ സിസ്റ്റേഴ്സ് ഷൂ എന്ന് പറയുന്നത്. അത് മജീദ് മജീദിയാണ്, പ്രശസ്തനായിട്ടുള്ള ഒരു ഇറാനിയൻ സിനിമ നിർമ്മാതാവാണ്. ഓക്കെ, പദ്ധതിൻ്റെ പാഠഭാഗമാണിത്. ഇതൊരു സ്ക്രിപ്റ്റാണ്, തിരക്കഥയാണ്, ചെറിയൊരു ഭാഗമാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ എനിവേ വി ക്യാൻ ഗോ ത്രൂ ഇറ്റ്. കം ഓൺ. സീൻ 1, രംഗം 1. കോബ്ലേഴ്സ് ഷോപ്പ്, ചെരുപ്പുകുത്തിയുടെ കട. ക്ലോസപ്പ് ഓഫ് കോബ്ലേഴ്സ് സ്റ്റിച്ചിങ് എ ഗേൾസ് ഷൂ. Only the pink shoe and the cobbler's hands are in the frame. The camera moves back to middle distance to show Ali sitting on a low chair next to the cobbler and watching him work. The cobbler finishes stitching the shoe, picks up
the other one of the pair and hands them both to Ali. ഓക്കെ, അപ്പോൾ ക്ലോസപ്പ് വളരെ അടുത്ത് നിന്നാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഇവിടെ ചെരുപ്പ് കുത്തി അദ്ദേഹം ഒരു പെൺകുട്ടിയുടെ ഷൂ ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല ഒരു പിങ്ക് നിറത്തിലുള്ള ഷൂ ആണ് കോബ്രയുടെ കയ്യിലുള്ളത്. അത് അടുത്തിങ്ങനെ ക്ലോസപ്പായിട്ട് കാണിക്കുന്നുണ്ട് ആ തുന്നുന്ന രംഗം. ഇതേസമയം ക്യാമറ ചലിക്കുന്നു. ഇത് അല്ലേ അലിയെയും അതോടൊപ്പം തന്നെ കോബ്ലറെയും എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അകലെ നിന്ന് ഈ ഒരു ക്യാമറ അകലിലേക്ക് ചലിക്കുന്നു. ഇങ്ങനെ രണ്ടുപേരും കാണുന്നു. ഇതേ സമയം രണ്ടുപേരും കാണുകയാണ്. അലി ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് ഇദ്ദേഹം ചെരുപ്പ് തുന്നുന്നത് നോക്കി നിൽക്കുകയാണ്, കാണുകയാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അതേസമയം അദ്ദേഹത്തിൻ്റെ ജോലിയെല്ലാം തീർന്നു. എന്ന് വെച്ചാൽ ചെരുപ്പ് എല്ലാം തുന്നി കഴിഞ്ഞു, ഷൂസ് തുന്നി കഴിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യാണ് തുന്നിയത് അലിക്ക് അത് കൈമാറുകയാണ്. തുന്നി കഴിഞ്ഞു, ജോലി പൂർത്തീകരിച്ച് ആ ഷൂസ് അലിക്ക് കൈമാറുകയാണ്. ഓക്കെ, കോബ്ലർ ദാറ്റ് വിൽ ബി 30 ടുമാൻസ്. യെസ്, കൊടുത്തിട്ട് പറയാണ് ഇതിന് 30 ടുമാൻസ് ആണെന്ന് പറയണം. ടുമാൻസ് മീൻസ് ഓക്കെ ഇറാനിൽ നിലനിന്നിരുന്ന ഒരു പഴയ നാണയമാണ്. ഓക്കെ, ഇറാനിയക്കാർ ഉപയോഗിച്ചിരുന്ന പഴയ കാലത്തെ നാണയമാണ് ടൊമാൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ അവർ ഉപയോഗിക്കുന്നത് ഇറാനിയൻ റിയാലാണ്. അപ്പം അതിന് പകരം അവർ പറയുന്നത് ടുമാൻസ് എന്നാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അവിടുത്തെ ഒരു നാണയമാണ്. അപ്പോൾ പറഞ്ഞു 30 ടുമാൻസ്, 30 ടുമാൻസ് ആണ് ഇതിൻ്റെ വില. അലി താങ്ക് യു ഗീവ്സ് മണി ടു ദ കോബ്ലർ. ആ ചെരുപ്പ് കുത്തിക്ക് പണം നൽകിക്കൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ അലി അവിടെ നിന്നും പോവുകയാണ്. ഓക്കെ, കോബ്ലർ ഹിയർ ഈസ് യുവർ ചേഞ്ച്, ഹിയർ ഈസ് യുവർ ചേഞ്ച്, പിക്സ് അപ്പ് കോയിൻസ് ഫ്രം ദ മണി ബോക്സസ് ഗീവ് ടു അലി. ഹിയർ ഈസ് യുവർ ചാർജ്, ദറ്റ് ഈസ് ചേഞ്ച്, നിങ്ങളുടെ പണം ഇതാ പിടിച്ചോളൂ. എന്നിട്ട് അവൻ തൻ്റെ ബോക്സിൽ നിന്നും നാണയത്തൊട്ടുകൾ എടുത്തുകൊണ്ട് ആരുടെ ആർക്ക് കൊടുക്കുകയാണ്? ഈ കോബ്ലർക്ക് അലി കൊടുക്കുകയാണ്. ഓക്കെ, സീൻ ഫ്രം അക്രോസ് ദ സ്ട്രീറ്റ്. ഓക്കെ, ഇപ്പോൾ ഈ സമയത്ത് കാണുന്നതാണ് അടുത്തൊരു ഭാഗമാണ് പോകുന്നത്. കട്ട് ദ സ്ട്രീറ്റ് ഔട്ട്സൈഡ് വെച്ചാൽ പുറത്തെ ഒരു തെരുവാണ് കാഴ്ച. ആ രംഗമാണ് കാണുന്നത്. ആ കാഴ്ചയിലേക്ക് സീൻ ഫ്രം അക്രോസ് ദ സ്ട്രീറ്റ് ദ കോബ്ലേഴ്സ് ഷോപ്പ് വേർ അലി ആൻഡ് ദ കോബ്ലർ ആർ സിറ്റിംഗ് ക്യാൻ ബി സീൻ. ഈ സമയത്ത് തെരുവിൽ മുറിച്ച് കടന്നുകൊണ്ട് പോകുന്നു. അങ്ങനെ കോബ്ലറുടെ ഷോപ്പിൽ നിന്ന് അലി പോവുകയാണ്. അങ്ങനെ അലി ആൻഡ് കോബ്ലർ ആർ സിറ്റിംഗ് ക്യാൻ ബി സീൻ. അങ്ങനെ അലി ഇങ്ങനെ കടന്നു പോകുന്നതും കോബ്ലർ ഇങ്ങനെ സീറ്റ് ഇരിക്കുന്നതായിട്ടുള്ള ആ രംഗം ഇങ്ങനെ കാണുന്നുണ്ട്. ഇപ്പോൾ ഫ്രെയിമിൽ ചിത്രത്തിൽ കാണാം. ടു ദ റൈറ്റ് ഓഫ് ദ കോബ്ലർ ഷോപ്പ് ഈസ് എ ഡോർ വിത്ത് എ കർട്ടൻ ഹാങ്ങിങ് ഓൺ ഇറ്റ് വിച്ച് അപ്പിയേഴ്സ് ടു ഓപ്പൺ ഇൻ ടു എ റോ ഹൗസ്. അലി ഈസ് ലീവിങ് ദ ഷോപ്പ്. അപ്പം അങ്ങനെ ഈ ഒരു നടന്നു പോകുന്ന സമയത്ത് ഇവിടെ കോബ്ലറുടെ ഷോപ്പിനെ വെച്ച് പറയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഷോപ്പിലെ ആ വാതിലിക്കൽ എന്ത് തൂങ്ങി നിൽക്കുന്നുണ്ട്? കർട്ടനുകൾ തൂങ്ങി നിൽക്കുന്നുണ്ട് അല്ലേ? അത് കാണാം. അതിങ്ങനെ അല്ലേ തുറന്ന് കിടക്കുന്നത് എവിടേക്കാണ്? നിരനിരയായിട്ട് അല്ലെങ്കിൽ പലതരത്തിലുള്ള അല്ലേ ഒരു തരത്തിലുള്ള വീടുകളുടെ ഉള്ളിലേക്കെന്ന പോലെ അതിങ്ങനെ നിറന്ന് നീണ്ടു കിടക്കുകയാണ്. അപ്പോൾ അതിലൂടെ അവൻ കടന്നു പോവുകയാണ്. അങ്ങനെ അതിലൂടെ അവൻ കടന്നു പോവുകയാണ്. അലീസ് വോയിസ് താങ്ക് യു, വീണ്ടും അവൻ നന്ദി പറയുകയാണ്. ഓക്കെ, ശബ്ദം മാത്രമേ അവിടെ കേൾക്കുന്നുള്ളൂ. ദ കോബ്ലേഴ്സ് വോയിസ് യു ആർ വെൽക്കം ഗുഡ് ബൈ. അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അവൻ്റെ ശബ്ദം നന്ദി പറയുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് കോബ്ലറുടെ ചെരുപ്പ് കുത്തിയുടെ ശബ്ദവും മറുപടിയായിട്ട് വരുന്നു. യു ആർ വെൽക്കം, ഓക്കെ സ്വാഗതം, നന്ദി. അങ്ങനെ യാത്ര പറഞ്ഞ് പോവുകയാണ്. യാത്ര പറയണം. എ മാൻ വിത്ത് പാർസൽ അണ്ടർ ഹിസ് ആം വാക്സ് അപ്പ് ടു ദ കർട്ടൻ ഡോർ. അങ്ങനെ അലി ഇങ്ങനെ പോകുന്നുണ്ട്, യാത്ര പറഞ്ഞ് പോവാണ്. പോകുന്ന സമയത്ത് അല്ലേ എ മാൻ വിത്ത് എ പാർസൽ അണ്ടർ ഹിസ് ആം, തൻ്റെ കൈകൾക്കുള്ളിൽ അല്ലേ കൈകൾക്കുള്ളിൽ പാർസലുമായിട്ട് ഒരാളിങ്ങനെ കടന്നു വരുന്നത് അവിടേക്ക് അല്ലേ. കർട്ടൻ ഡോർ, ആ ഡോർ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. ലിഫ്റ്റ്സ് ദ കർട്ടൻ ആൻഡ് ഗോസ് ഇൻ. അദ്ദേഹം ആ ഒരു കർട്ടൻ പൊക്കിയിട്ട് അകത്തേക്ക് വരികയാണ്. ആസ് അലി കംസ് ഔട്ട് ഓഫ് ദ കോബ്ലർ ഷോപ്പ്. അങ്ങനെ അലി അവിടെ നിന്ന് ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്താണ് ഇദ്ദേഹം അകത്തേക്ക് കടന്നു വരുന്നത്. ഒരു വ്യക്തി തൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു പാർസൽ വെച്ച് വരുന്നുണ്ട്, അങ്ങനെ കാണുകയാണ്. പുട്ടിങ് ദ ഷൂസ് ഇൻ ടു എ സ്മാൾ ബ്ലാക്ക് ബാഗ് ഇൻ ഹിസ് ഹാൻഡ് വാക്സ് ഡൗൺ ദ സ്ട്രീറ്റ് ആൻഡ് മൂവ്സ് ഔട്ട് ഓഫ് ദ ഫ്രെയിം ഓൺ ദ ലെഫ്റ്റ്. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവൻ്റെ കയ്യിലുള്ള ഷൂകൾ എന്ത് ചെയ്തു? അവൻ്റെ ഒരു കറുത്ത ഒരു
കവറിലേക്ക് ബാഗിലേക്ക് ഇടുകയാണ് അല്ലേ. എന്നിട്ട് നടന്നു പോകുന്ന തെരുവിലൂടെ അല്ലേ, അങ്ങനെ നടന്നു പോകുന്ന ആ ഇടതുഭാഗത്തൂടെ നടന്നു പോകുന്ന ആ രംഗം ഇങ്ങനെ കാണുകയാണ്. ഇപ്പോൾ സ്ക്രീനിൽ ഇങ്ങനെ കാണുകയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ സീൻ 2, രംഗം 2, ബേക്കറി. ബേക്കറിൻ്റെ രണ്ടാമത്തെ രംഗം. Inside the bakery, shots of bread being baked close up of a hand putting into the stove kneaded flour spread on a baking board and taking out the baked naan. അങ്ങനെ ബേക്കറിയുടെ അകത്തേക്ക് കടക്കുന്നു. ആ സമയത്ത് ഈ ഷൂട്ട്സ് ചിത്രീകരിക്കുന്നത് ഇവിടെ റൊട്ടി ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ചുട്ടെടുക്കുന്ന ആ കാഴ്ച കാണുന്നുണ്ട്. അതിങ്ങനെ ഈ ഒരു ചിത്രത്തിൽ അല്ലെങ്കിൽ ഫ്രെയിമിൽ കാണാം. ക്ലോസപ്പായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്, അത് കാണുന്നുണ്ട്. മാത്രമല്ല ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ചുട്ടെടുക്കുന്ന ഭാഗം കാണുന്നുണ്ട്. നീഡഡ്, ഒരാൾ ഇങ്ങനെ കുഴയ്ക്കുന്ന ആ ഭാഗവും കാണുന്നുണ്ട് അല്ലേ. കുഴച്ചിട്ട് അതിങ്ങനെ ബേക്ക് ചെയ്ത് ചുട്ടെടുക്കുന്ന ആ ഭാഗവും ഇങ്ങനെ കാണുകയാണ്. ബേക്ക്ഡ് നാൻ. അങ്ങനെ ബേക്ക്ഡ് നാൻ, നാൻ മീൻസ് എ ടൈപ്പ് ഓഫ് എ തിക്കൻ ലോങ് ബ്രെഡ്. ഓക്കെ, ഒരു തരത്തിലുള്ള റൊട്ടി എന്നൊക്കെ അർത്ഥം. ഓക്കെ, റൊട്ടി, ആ റൊട്ടി ചുട്ടെടുക്കുന്നത് ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ അത് വളരെ അടുത്തായിട്ടാണ് കാണിക്കുന്നത്, ക്ലോസ് അപ്പ് ആയിട്ട് കാണിക്കുകയാണ്. ദ ക്യാമറ പാൻസ് സ്ലൈറ്റ്ലി ടു ദ റൈറ്റ് ടു ഷോ അലി പിക്കിംഗ് അപ്പ് ദ നാൻ ഡ്രോപ്ഡ് ബൈ ദ കുക്ക് ആൻഡ് സ്റ്റാക്കിംഗ് ദം ഓൺ എ ക്ലോത്ത് സ്പ്രെഡ് ഓൺ എ വുഡൻ പ്ലാങ്ക്. അങ്ങനെ അലി എന്ത് ചെയ്തിട്ടുണ്ട്, അവനിങ്ങനെ ഓരോന്ന് എടുത്തു. ഡ്രോപ്ഡ് ബൈ ദ കുക്ക്, അങ്ങനെ അലി ഇങ്ങനെ എടുക്കുന്നുണ്ട്. അതായത് പാചകക്കാരിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് അല്ലേ, അടുക്കി വെച്ചിട്ടുണ്ട്. ആ അടുക്കി വെച്ച പലകയിൽ, അതായത് മരപ്പലകയിൽ അടുക്കി വെച്ച ഈ റൊട്ടി അലി ഇങ്ങനെ ഓരോന്ന് എടുക്കുകയാണ്. ഓക്കെ, എടുത്തു. ഓൺ എ ക്ലോത്ത് സ്പ്രെഡ് ഓൺ എ വുഡൻ പ്ലാങ്ക്. ദ ക്യാമറ മൂവ്സ് ബാക്ക് ടു ഷോ അലി ആൻഡ് 3 കുക്സ് സിറ്റിംഗ് അറൗണ്ട് ദ സ്റ്റവ് നീഡിങ് ആൻഡ് പുട്ടിങ് ഇറ്റ് ഇൻസൈഡ് ദ സ്റ്റവ്. അങ്ങനെ ക്യാമറ ഇങ്ങനെ ചലിക്കുന്നുണ്ട്. ചലിക്കുന്ന സമയത്ത് ക്യാമറ കണ്ണിൽ കാണുന്നത് 3 പാചകക്കാരിങ്ങനെ ചുറ്റും ഇരിക്കുന്നത്, സ്റ്റൗവിന് ചുറ്റും ഇരിക്കുന്നതും പാചകം ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരാളിങ്ങനെ മാവ് കുഴയ്ക്കുന്നതും അതേസമയം ഒരാളിങ്ങനെ പാചകം ചെയ്തത് അട്ടിക്ക് വെക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. അതൊക്കെ ഇങ്ങനെ കാണുകയാണ് സ്ക്രീനിൽ. അലി ഫിനിഷസ് സ്റ്റേക്കിംഗ് ദ നാൻ ആൻഡ് ടൈസ് അപ്പ് ദ ക്ലോത്ത് ഇൻ ടു എ ബണ്ടിൽ. അങ്ങനെ അലി എന്ത് ചെയ്തു, അവന് വേണ്ടതെല്ലാം എടുത്ത് അത് അടുക്കി പൊറുക്കി വെച്ചു. എന്നിട്ട് അതെന്ത് ചെയ്തു, കെട്ടി ഒരു ഭാണ്ഡമാക്കി വെച്ചു. ഭാണ്ഡക്കെട്ടാക്കി വെക്കുകയാണ്, ഭാണ്ഡക്കെട്ടാക്കി. ഓക്കെ, എടുത്തു. യെസ്, നെക്സ്റ്റ് വൺ സീൻ 3, ദ ഫുഡ് പാത്ത് ഔട്ട്സൈഡ് ദ ബേക്കറി. ഈ ബേക്കറിയുടെ പുറത്തുള്ള ഒരു നടപ്പാത. ഇനി ആ ഒരു നടപ്പാതയിലേക്കുള്ള ആ കാഴ്ചയിലേക്ക് ആണ് നമ്മൾ അടുത്ത് പോകുന്നത്. എ സ്മാൾ ഗ്രൂപ്പ് ഓഫ് മെൻ ആർ വെയിറ്റിംഗ് ഇൻ എ ക്യൂ ഔട്ട്സൈഡ് ദ ബേക്കറി ടു ബൈ മാൻ. എന്ന് വെച്ചാൽ പുറത്ത് ആളുകൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ബേക്കറിയിൽ ഈ പറഞ്ഞ റൊട്ടിയും മറ്റുമൊക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ വരി നിൽക്കുന്നുണ്ട്. ദ ഔട്ട്ലൈൻ ഓഫ് ബിൽഡിങ്സ് ഇൻ ദ സ്ട്രീറ്റ് ഈസ് സീൻ ഇൻ ദ ഡിസ്റ്റൻസ്. അപ്പോൾ ആ കെട്ടിടങ്ങൾ, തെരുവിലുള്ള കെട്ടിടങ്ങളുടെ ഒരു രേഖാചിത്രം അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. വെച്ചാൽ അവിടെ ഇങ്ങനെ കുറേ കെട്ടിടങ്ങളുണ്ട്, അതിങ്ങനെ കാണുന്നുണ്ട് അല്ലേ അവരുടെ അകലിൽ നിന്ന്. അലി സീൻ കമ്മിങ് ഔട്ട് ഫ്രം ദ ബേക്കറി ഇൻ ടു ദ ഫുഡ് പാത്ത്. അപ്പം അങ്ങനെ അലി ആ വഴിയോര അല്ലെങ്കിൽ നടപ്പാതയിലേക്ക് വരുന്നത്, പുറത്തേക്ക് നടന്നു വരുന്നത് ക്യാമറയിൽ ഇങ്ങനെ കാണുകയാണ്. ദ പാർസൽ ഓഫ് നാൻ ഈസ് ഹിസ് റൈറ്റ് ഹാൻഡ് ആൻഡ് ദ പാർസൽ ഓഫ് ഷൂസ് ഇൻ ഹിസ് ലെഫ്റ്റ്. അങ്ങനെ തൻ്റെ റൊട്ടിയുടെ പാർസൽ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റൊട്ടിയൊക്കെ ഇങ്ങനെ കെട്ടാക്കിയിട്ടുണ്ട്, ബാണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പാർസൽ കെട്ട് അല്ലെങ്കിൽ ആ പാർസൽ തൻ്റെ വലതു കൈയിലും അതോടൊപ്പം തന്നെ കോബിൽ നിന്ന് വാങ്ങിയ ആ ഷൂസ് തൻ്റെ ഇടതു കൈയിലുമായിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടന്നു വരികയാണ്. ഹി അക്രോസ് ദ പാവ്മെൻറ്റ് ആൻഡ് വാക്സ് ഇൻ ടു എ വെജിറ്റബിൾ സ്റ്റോർ. അങ്ങനെ റോഡ് മുറിച്ച് കടന്ന് അല്ലെങ്കിൽ ഈ പാവ്മെൻറ്റ് വഴി മുറിച്ച് കടന്ന് അവൻ നേരെ പച്ചക്കറി കടയിലേക്ക് പോവുകയാണ്. ഓക്കെ, ഹി പ്ലേസസ് ദ ബണ്ടിൽ ഓഫ് എ നാൻ ഓൺ ടോപ്പ് ഓഫ് എ pile of boxes, vegetables stacked in front of the shop and the bag of shoes in the small gap between 2 boxes. അങ്ങനെ അവൻ ഈ ഭാണ്ഡം, ഈ കെട്ട് എന്ത് ചെയ്തു, ഏതിൻ്റെ കെട്ട്, ഈ റൊട്ടിയൊക്കെ പൊതിഞ്ഞിരിക്കുന്ന ഈ ഭാണ്ഡം, ഈ കെട്ട് അവൻ കൂട്ടി വെച്ചിരിക്കുന്ന ബോക്സുകളുടെ അടുക്കും ചിട്ടായിട്ട് കൂട്ടി വെച്ചിരിക്കുന്ന ബോക്സുകളുടെ മുകളിൽ, ഏറ്റവും മുകളിൽ വെക്കുകയാണ്. ഓക്കെ, ഓഫ് വെജിറ്റബിൾസ് കൂട്ടിച്ചിരിക്കുന്ന വെച്ചാൽ വെജിറ്റബിൾ പച്ചക്കറിയൊക്കെ കൂട്ടിച്ചിരിക്കുന്ന പെട്ടികളുടെ മുകളിൽ വെച്ചിരിക്കുകയാണ്. സ്റ്റാക്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഷോപ്പ് അല്ലേ, അതാത്ത പറഞ്ഞു അല്ലേ, സ്റ്റാക്ഡ് അല്ലേ. സ്റ്റാക്ഡ് എന്ന് വെച്ചാൽ അടുക്കി വയ്ക്കുക. അപ്പോൾ
ഷോപ്പിൻ്റെ മുൻപിൽ ഈ വെജിറ്റബിളിൻ്റെ കടയുടെ മുമ്പിൽ ബോക്സുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബോക്സിൻ്റെ മുകളിലാണ് അവൻ എന്ത് ചെയ്തത്, അവൻ്റെ പാർസലായിട്ടുള്ള റൊട്ടി, ആ ഒരു കെട്ടിപ്പൊഞ്ഞ് വെച്ചിട്ട് റൊട്ടിയുടെ ആ പാർസൽ മുകളിൽ വെച്ചത്. ഓക്കെ, ബാഗ് ഓഫ് ഷൂസ് ഇൻ ദ സ്മോൾ ഗ്യാപ്പ് ബിറ്റ്വീൻ 2 ബോക്സസ്. അങ്ങനെ ആ റൊട്ടിയുടെ പാർസൽ മുകളിൽ ബോക്സിൽ വെക്കുകയും മാത്രമല്ല അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗായിട്ടുള്ള ഷൂവിൻ്റെ ആ ഒരു ബാഗ് അല്ലേ അവനെന്ത് ചെയ്തു, 2 ബോക്സുകൾക്കിടയിലുള്ള ഒരു വിടവിൽ ഗ്യാപ്പിൽ വെക്കുകയാണ്. ചെറിയ വിടവുണ്ട് അവിടെ വെക്കുകയാണ്. ഓൺ ദ സൗണ്ട് ട്രാക്ക് ദ ഹോക്കേഴ്സ് വോയിസ് ഈസ് ഹിയർഡ്, സോൾട്ട് സോൾട്ട് ഫോർ ട്രേഡ്. അങ്ങനെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. ഒരു വഴിയോര കച്ചവടക്കാരൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. ഹോക്കർ, വഴിയോര കച്ചവടം, വഴിയിൽ ഇങ്ങനെ അരികിൽ റോഡ് സൈഡിലൊക്കെ നമ്മൾ കാണാം. നമുക്ക് പത്രത്തിൽ വഴിയോര കച്ചവടക്കാരൻ്റെ ശബ്ദം പശ്ചാത്തലത്തിൽ നിന്ന് കേൾക്കുകയാണ്. സോൾട്ട് ഫോർ ട്രേഡ് അല്ലേ, ഉപ്പ് വിളിക്കാനുണ്ട്, ഉപ്പ് എന്ന രൂപത്തിൽ അദ്ദേഹം ഉപ്പ് വിളിച്ചു പറയാണ്. ദ ഷോപ്പ് കീപ്പർ ഈസ് സീൻ സ്റ്റാൻഡിങ് ബിഹൈൻഡ് ദ കൗണ്ടർ. ഇതേസമയം ആ ഒരു കടക്കാരൻ അല്ലേ കൗണ്ടറിൻ്റെ പിറകിൽ നിൽക്കുന്നു കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചിത്രീകരിക്കുകയാണ്, അതിങ്ങനെ കാണുകയാണ്, നമ്മൾ ക്യാമറയിൽ കാണുകയാണ്. ഓക്കെ, അലി ടു ദ ഷോപ്പ് കീപ്പർ, അസ്സലാമു അലൈക്കും അക്ബർ ഖാ, ഐ നീഡ് സം പൊട്ടാറ്റോസ്. അലി ടു ദ ഷോപ്പ് കീപ്പർ, കടക്കാരനോട് പറയണം, അസ്സലാമു അലൈക്കും അക്ബർ ഖാ. ഓക്കെ, അക്ബർ മീൻസ് that is addressed to respectively, that is like മിസ്റ്റർ, സർ, സോ ഓൺ അല്ലേ. അക്ക എന്ന് വെച്ചാൽ മിസ്റ്റർ, സർ എന്നൊക്കെ ആദരസൂചകമായി ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ അത്തരത്തിൽ പറഞ്ഞു, ഐ നീഡ് സം പൊട്ടാറ്റോസ്, എനിക്ക് കുറച്ച് ഉരുളക്കിഴങ്ങുകൾ വേണം എന്ന ഷോപ്പ് കീപ്പറോട് ഒക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് സാർ എന്നൊക്കെ ആദരസൂചകമായിട്ട് വണങ്ങിക്കൊണ്ട് അവൻ ആവശ്യപ്പെട്ടു. Akbar, the shopkeeper, gives Ali a small black bag to put potatoes in. അങ്ങനെ അക്ബർ ഈസ് എ ഷോപ്പ് കീപ്പർ. അപ്പോൾ കടക്കാരനാണ് അക്ബർ. അദ്ദേഹം അലിക്ക് ഒരു ബാഗ് കൊടുത്തു, സ്മോൾ ബ്ലാക്ക് ബാഗ് ടു പുട്ട് പൊട്ടാറ്റോസ് ഇൻ, ചെറിയ ബാഗ് കൊടുത്തു. ഇത്തരത്തിൽ ഈ ഉരുളക്കിഴങ്ങ് ആ ബാഗിലേക്ക് ഇടുന്നതിന് വേണ്ടിയിട്ട് കവറ്, സഞ്ചി എന്ന് പറയാം. അപ്പോൾ അതിലേക്ക് ഈ എന്താണ് ഉരുളക്കിഴങ്ങുകളുടെ വേണ്ടി ബാഗ് കൈമാറാണ്. അലി സ്റ്റാർട്ട്സ് പിക്കിംഗ് ദ ലാർജ് wholesome potatoes in a box at the top of the heap കൂട്ടം. അപ്പോൾ കുറേ അടുക്കി വച്ചിരിക്കുന്ന കുറേ ഉരുളക്കിഴങ്ങുണ്ട്. അതിൽ നിന്നും നല്ല ഇനം മുഴുത്ത ഈ പൊട്ടാറ്റോസ് അവൻ എടുത്തുകൊണ്ടിരുന്നു. അത് നേരെ ഈ ബാഗിലേക്ക് ഇടുകയാണ്. ഓക്കെ, ഇട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച കടക്കാരൻ അക്ബർ കാണുകയാണ്. യെസ്, വാട്ട് ഈസ് ഹിസ് റെസ്പോൺസ്? കം ഓൺ അക്ബർ, നോട്ട് ദോസ് കിഡ്സ്, പിക്ക് സം ഡൗൺ ദർ. മുകളിൽ നിൽക്കുന്ന അതല്ല, അതിന് തൊട്ട് താഴെയുള്ള അത് എടുത്തോളൂ അല്ലേ, അതല്ല കുട്ടി, തൊട്ട് താഴെയുള്ള അത് നീ എടുത്തോളൂ എന്ന് അക്ബർ അലിയോട് പറയുകയാണ്. അലി മൂവ്സ് ടു ഹിസ് റൈറ്റ്, സ്ക്വാട്സ് ഡൗൺ ആൻഡ് ഫിൽസ് ദ ബാഗ് വിത്ത് സ്മോൾ പൊട്ടാറ്റോസ് ഫ്രം എ ബോക്സ് ഓൺ ദ ഫ്ലോർ. അങ്ങനെ അലി വലതുഭാഗത്തേക്ക് നീങ്ങിയിട്ട് എന്ത് ചെയ്തു, സ്ക്വാട്സ് കുനിഞ്ഞിരിക്കുക, കുത്തിയിരിക്കുക, താഴെ കുത്തിയിരുന്നു. ഫിൽസ് ദ ബാഗ് വിത്ത് സ്മോൾ പൊട്ടാറ്റോസ് ഫ്രം എ ബോക്സ് ഓൺ ദ ഫ്ലോർ. തറയിൽ നിൽക്കുന്ന ആ ബോക്സിൽ നിന്ന്, പെട്ടിയിൽ നിന്ന് ചെറിയ ഈ ഉരുളക്കിഴങ്ങുകൾ അവൻ്റെ ബാഗിലേക്ക് ഇങ്ങനെ നിറച്ചു, കുത്തിരുന്നുകൊണ്ട് നിറയ്ക്കുകയാണ് എടുത്തുകൊണ്ട്. ക്ലോസ് അപ്പ് ഓഫ് അലി പിക്കിംഗ് ദ പൊട്ടാറ്റോസ്. അപ്പോൾ അവിടെ അടുത്തായിട്ട് ചിത്രീകരിക്കുകയാണ്, കാണാം നമുക്ക്. ഇവിടെ അടുത്തായിട്ട് ഈ കുത്തിയിരുന്നു കൊണ്ട് പൊട്ടാറ്റോസ് പൊറുക്കുന്ന അലിയെ കാണുകയാണ്. ഓക്കെ, വളരെ അടുത്തായിട്ട് അത് കാണുന്നു. ഇപ്പോൾ ക്ലോസപ്പ് ഷോട്ടാണത്, കാണാം. കട്ട് ടു വ്യൂ ഓഫ് ദി ഷോപ്പ് ഫ്രം ദ പവ്മെൻറ്റ്. ഇപ്പോൾ ഇവിടെ ആ വഴിയോര യാത്ര, അല്ലെങ്കിൽ വഴിയോരത്തുള്ള ആ ഒരു നടപ്പാതയിൽ തന്നെ മറ്റൊരു കാഴ്ചയിലേക്കാണ് ഇനി പോകുന്നത്. ഓക്കെ, എ മാൻ പുഷിങ് എ ഹാൻഡ് കാർട്ട് ഫിൽഡ് വിത്ത് ചങ്. ഹാൻഡ് കാർട്ട് അല്ലേ, ഉന്തുവണ്ടി എന്ന് പറയും. ഇപ്പോൾ ഒരു വണ്ടി ഇങ്ങനെ ഉന്തിക്കൊണ്ട് വരുന്നുണ്ട്, ഒരാളിങ്ങനെ തള്ളി വരുന്നുണ്ട്. ഇപ്പോൾ ഫിൽഡ് വിത്ത്, അതിൽ നിറച്ചിരിക്കുന്നത് പഴയ വേസ്റ്റാണ്, ഗാർബേജ്, ചവറുകളാണ് അല്ലേ. അത് നിറച്ചുകൊണ്ടുള്ള ഒരു ഉന്തുവണ്ടിയാണ് അവിടേക്ക് കടന്നു വരുന്നു. ഇപ്പോൾ അവിടെ ക്യാമറയിൽ ഇങ്ങനെ കൃത്യമായിട്ട് കാണാം, വലതു ഭാഗത്തിലൂടെ കടന്നു വരുന്നു. അത് നേരെ വന്നിട്ട് ഈ അക്ബർ എന്നുള്ള ഈ കടക്കാരൻ്റെ ഈ കടയുടെ മുൻപിൽ ഒന്ന് നിൽക്കുകയാണ്. ഓക്കെ, ദ ജങ് കളക്ടർ loudly to the shopkeeper. അപ്പോൾ ജങ്ക് മീൻസ്
അത് പറഞ്ഞു ഗാർബേജ് അല്ലെങ്കിൽ മാലിന്യം, ചവറ് അല്ലേ, കടകളിലൊക്കെ ഉള്ള വേസ്റ്റ് മാലിന്യം എടുക്കുന്നതിന് വേണ്ടിയിട്ട് ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആളാണ്. അപ്പോൾ അത് അയാൾ ഉറക്കെ പറഞ്ഞു ഷോപ്പ് കീപ്പറോട്, അസ്സലാമു അലൈക്കും, വിത്ത് യുവർ പെർമിഷൻ. അദ്ദേഹം അഭിവാദ്യം ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ സമ്മതത്തോടു കൂടി എടുക്കുകയാണ് നിങ്ങളുടെ ഈ കടയിലുള്ള ഈ മാലിന്യം, ഈ ചവറ് എന്ന് അദ്ദേഹം പറയാണ്. The junk collector picks up bundles of used polythene bags lying scattered on the floor near the boxes of vegetables and throws them into the cart. അപ്പോൾ ഇത് ശേഖരിക്കാൻ വന്ന നമ്മുടെ ജങ്ക് കളക്ടർ, ഈ മാലിന്യം അല്ലെങ്കിൽ ചവറ് അല്ലേ, മാലിന്യം ശേഖരിക്കാൻ വന്ന അദ്ദേഹം എന്ത് ചെയ്തു? പിക്സ് അപ്പ് ബണ്ടിൽസ് ഓഫ് യൂസ്ഡ് പോളിത്തീൻ ബാഗ്സ് ലൈയിങ് സ്കാറ്റേഡ് ഓൺ ദ ഫ്ലോർ. ഇങ്ങനെ ചിതറിക്കിടക്കുന്ന നല്ല ഒരു കവർ ബാഗ് ഉണ്ടായിരുന്നു, അതിൻ്റെ കെട്ട്, ഭാണ്ഡക്കെട്ട് അദ്ദേഹം എടുത്തിട്ട് നേരെ തറയിൽ നിന്ന് എടുത്തിട്ട് തൻ്റെ അടുത്തുള്ള ആ ബോക്സിനടുത്തുള്ള ഈ ഒരു വെജിറ്റബിൾ ബോക്സിനടുത്തുള്ള ഈ ഒരു ഭാണ്ഡക്കെട്ട് അദ്ദേഹം എടുത്തിട്ട് നേരെ തൻ്റെ വണ്ടിയിലേക്ക് വലിച്ചിട്ടു. ഹി സീസ് അലീസ് പാർസൽസ് ഓഫ് ഷൂസ്. അപ്പം അദ്ദേഹം അലിയുടെ ആ ഒരു ഷൂസിൻ്റെ പാർസൽ, ഷൂസ് കെട്ടി അല്ലെങ്കിൽ അത് നന്നാക്കിയിട്ടുള്ള ഒരു കവറ് അദ്ദേഹം കാണുകയാണ്. അത് കണ്ടു. ടേക്കിംഗ് ഇറ്റ് ഫോർ ജങ്ക് ഹി പിക്സ് ഇറ്റ് അപ്പ് ആൻഡ് പുട്ട്സ് ഇറ്റ് ഇൻ ദ കാർട്ട്. അപ്പം അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന മാലിന്യമൊക്കെ അദ്ദേഹം ആ ഒരു സമയത്ത് കടയിൽ നിന്നുണ്ടായിരുന്നെല്ലാം അദ്ദേഹത്തിൻ്റെ വണ്ടിയിലേക്ക് എടുത്തെറിയുകയാണ്. ഇതേ സമയം ഈ ഷൂസൊക്കെ നിറച്ചുള്ള ഒരു ഭാണ്ഡക്കെട്ട്, അലിയുടെ ആ ഷൂ അടങ്ങിയ ആ ഒരു കവറും ആ കെട്ടും ആ ഭാണ്ഡക്കെട്ടും കാണുകയാണ്. അപ്പം അദ്ദേഹം ഒരു പക്ഷേ ഇത് മാലിന്യമായിരിക്കും വിചാരിച്ചിട്ട് ഈ ജങ്ക് കളക്ടറും അദ്ദേഹം എന്ത് ചെയ്തു? എടുത്തിട്ട് അദ്ദേഹം നേരെ എന്ത് ചെയ്തു? ഈ വണ്ടിയിൽ വെക്കുകയാണ്, തൻ്റെ ഈ ഉന്തുവണ്ടിയിൽ വെക്കുകയാണ്. ദ ജങ്ക് കളക്ടർ ഗുഡ് ബൈ. അപ്പം അദ്ദേഹം നമ്മുടെ അക്ബർ കടക്കാരനോട് യാത്ര പറഞ്ഞ് പോവുകയാണ്. ഓക്കെ, യെസ്, അദ്ദേഹം യാത്ര പറഞ്ഞു. അക്ബർ ഗുഡ് ബൈ, അദ്ദേഹം യാത്ര തിരിച്ചു പറയുകയാണ്. ദ ജങ്ക് കളക്ടർ ലീവ്സ്. യാത്ര പറഞ്ഞുകൊണ്ട് അക്ബറും ഈ ജങ്ക് കളക്ടറും പരസ്പരം അവർ യാത്ര പറയുന്നു. അതിനുശേഷം നമ്മുടെ ജങ്ക് കളക്ടർ അല്ലെങ്കിൽ ഈ മാലിന്യം ശേഖരിക്കുന്ന ഈ വ്യക്തി അവിടെ നിന്ന് പോവുകയാണ്. ഓക്കെ, കട്ട് ദ വ്യൂ ഫ്രം ഇൻസൈഡ് ദ ഷോപ്പ്. ഇനി കടയുടെ അകം, ആ ഒരു അകത്തു നിന്നുള്ള ഒരു കാഴ്ചയാണ്. ഇനി ആ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. അക്ബർ ഈസ് ഓൺ ദ ലെഫ്റ്റ് എഡ്ജ് ഓഫ് ദ ഫ്രെയിം കൗണ്ടിങ് മണി. അക്ബർ കടക്കാരൻ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു സമയം കടയുടെ ഒരു ഭാഗത്ത് അല്ലേ വക്കി നിന്നുകൊണ്ട് തൻ്റെ പണം ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തുന്നത് കാണാൻ പറ്റും. ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കാണുന്നുണ്ട്. ഓക്കെ, അക്ബർ അദ്ദേഹം തൻ്റെ കൗണ്ടറിൻ്റെ ഒരു ഭാഗത്തു നിന്ന് തൻ്റെ കൗണ്ടറിൻ്റെ ഒരു ഭാഗത്തു നിന്ന് പണം എണ്ണി തിട്ടപ്പെടുത്തുകയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, കട്ട് ടു അലി ഫില്ലിങ് ഹിസ് ബാഗ് വിത്ത് പൊട്ടാറ്റോസ്. അപ്പോൾ നമ്മുടെ എന്തുണ്ട്? അലി ഇങ്ങനെ തൻ്റെ ബാഗിലേക്ക് ഇങ്ങനെ എന്ത് നിറയ്ക്കുന്നുണ്ട്? ഉരുളക്കിഴങ്ങ് നിറയ്ക്കുന്നുണ്ട്. അതിലേക്കുള്ള വ്യൂ ആണ്. കാഴ്ചയിലേക്ക് പോകണം കേട്ടോ. എന്താ പറയുന്നത് നോക്കാം. കമോൺ, യെസ്, look at that. Ali finishes filling the bag and hands to it Akbar for weighing. അപ്പോൾ തൻ്റെ കയ്യിലുണ്ടെന്ന കവറിലേക്ക്, ബാഗിലേക്ക് തനിക്ക് വേണ്ട ഉരുളക്കിഴങ്ങുകൾ അതിലേക്ക് നിറച്ചു. ആ നിറച്ചു വെച്ച ബാഗ് അക്ബർക്ക് കൊടുക്കുകയാണ്, അദ്ദേഹത്തിന് കൈമാറുകയാണ്. അക്ബർ ഹോൾഡ്സ് ദ ബാഗ് ഇൻ ഹിസ് ഹാൻഡ് ടു ഫീൽ ദ വെയ്റ്റ് ഫോർ എ മൊമെൻറ്റ് ആൻഡ് ഹാൻഡ്സ് ടു ബാക്ക് ടു അലി. അങ്ങനെ അദ്ദേഹം അതിൻ്റെ തൂക്കം നോക്കി തിരിച്ച് നമ്മുടെ അലിക്ക് തന്നെ കൊടുക്കുന്നു. അക്ബർ 65 ടുമാൻസ്. അദ്ദേഹം പറഞ്ഞു, കടക്കാരൻ ഇതിന് 65 ടുമാൻസ് ആണ് എന്ന് പറയുന്നു. അലി, മൈ മോം സെഡ് ടു പുട്ട് ഇറ്റ് ഓൺ അബവ് ടാബ്. അല്ലേ, ഇപ്പോൾ അലി ക്യാഷ് അക്ബർ പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞു കേട്ടു. ഇപ്പോൾ കുട്ടി അലി എന്ത് പറയാണ്, എൻ്റെ അമ്മ പറഞ്ഞത് ഇവിടുത്തെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ലഘു പട്ടികയിൽ ബില്ലിൽ ഇവിടെ എഴുതി വെക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അക്ബർ എന്ത് പറഞ്ഞു? കടക്കാരൻ പറയണേ, ടെൽ ഹെർ യുവർ അക്കൗണ്ട് ഹാസ് റീച്ച്ഡ് ഇറ്റ്സ് ലിമിറ്റ്സ്, ഷീ ഷുഡ് പേ അറ്റ് ലീസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ ഈ സമയത്ത് കടക്കാരൻ അലിയോട് പറയാണ്, തീർച്ചയായിട്ടും അക്കൗണ്ട് അതിൻ്റെ പരിധിയിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കൊടുക്കണം, ബില്ല് കൊടുക്കണം, അടയ്ക്കണം എന്ന രൂപത്തിൽ നീ നിൻ്റെ അമ്മയെ അറിയിക്കണം എന്ന് കുട്ടിയോട് കടക്കാരൻ പറയണേ. അലി, ഓൾ റൈറ്റ്, ശരി, ഞാൻ പറഞ്ഞോളാം എന്ന് അലിയും മറുപടി പറയുന്നു. അലി ടേൺസ് ടു ഗോ. അവൻ തിരിഞ്ഞ് പോകുന്നു.
Okay, the remaining part of this script can continue the next class. Okay, anyway, can wind up here. The last part of this script we can continue the next online video. Okay, thank you.